ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് വളരെ ഈസിയിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ചിക്കൻ മന്തിയുടെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ഇതാ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ക്യാപ്സിക്കം, തക്കാളി, സവോള, അതുപോലെ മല്ലിയില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മാഗി ക്യൂബ് ഇതൊക്കെ ഇതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ദാ ഇവിടെ 1 ടീസ്പൂൺ അളവിൽ മന്തി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ. പിന്നീട് ഇതാ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഓൾറെഡി മാഗി ക്യൂബിന് ഉപ്പ് കാണും. അപ്പം അതനുസരിച്ച് ഉപ്പ് ചേർത്താൽ മതി. പിന്നീട് ആവശ്യമായിട്ടുള്ള 1 കപ്പ് അളവിൽ ഞാൻ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് കൈകൊണ്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റൊക്കെ ഒരു ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതൊന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ചിക്കൻ അത്യാവശ്യം വെന്ത് വരാനായിട്ടാണ്. അതുപോലെ അടുക്കി പിടിക്കാതെയും കൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് ഈ ചിക്കനും ഈ ഗ്രേവിയും ഒക്കെ ഒന്ന് മാറ്റിയെടുക്കാം. കാരണം ഞാൻ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് റൈസും കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ ഓരോന്നായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അങ്ങനെ ഇതാ ചിക്കൻ എല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഗ്രേവിയും കൂടി ഒന്ന് മാറ്റി കൊടുക്കണേ. അപ്പോൾ ഇതാ ഗ്രേവി മാറ്റി പാത്രമെല്ലാം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തിലേക്ക് റൈസിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ ഞാൻ ദാ റൈസ് റെഡിയാക്കാനും ചിക്കനിലേക്ക് എടുത്ത വെജിറ്റബിൾസൊക്കെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ദാ ഹോൾ സ്പൈസസും എടുത്തിട്ടുണ്ട്. ഇതിനകത്തിലേക്ക് പ്രത്യേകിച്ചും നമ്മൾ മല്ലിയും ചെറിയ ജീരകവും എക്സ്ട്രാ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പാത്രം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് നേരത്തെ മാറ്റി വെച്ച ഗ്രേവിയിലുള്ള ആ ഒരു ഓയിലാണ് ഇപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത്. അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമെങ്കിൽ കുറച്ചുകൂടി സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതാ എണ്ണയൊക്കെ ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തിലേക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ദാ ഹോൾ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാമേ. അപ്പോൾ ഇതാ ഹോൾ സ്പൈസസ് ഒക്കെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ ഈ വെജിറ്റബിൾസിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി അത്യാവശ്യം ചെറിയ രീതിയിലൊന്ന് വഴന്നു വരുന്നിടം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാമേ. അതിന് ശേഷം വേണം നമുക്കിതിനകത്തിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിനാണോ റൈസ് എടുത്തിട്ടുള്ളത് ആ ഒരു പാത്രത്തിന് 2 പാത്രം എന്ന അളവിലാണ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ വെജിറ്റബിൾസൊക്കെ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തിലേക്ക് ഒരല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ഈ പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാമേ. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഇവിടെ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തിലേക്ക് 1 മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുള്ള ബസ്മതി റൈസാണ് ഇട്ട് കൊടുക്കുന്നത്. ഡ്രെയിൻ ചെയ്ത് വെള്ളമൊന്നും ഇല്ലാതെയാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഇതിനകത്തിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഗ്രേവിക്കും അതുപോലെ തന്നെ മാഗി ക്യൂബിനും ഉപ്പുണ്ട്. അപ്പം അതനുസരിച്ചിടണം. അപ്പോൾ ഞാൻ ദാ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ റൈസൊക്കെ ഇവിടെ ഒരു ഹാഫ് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന ഗ്രേവി ഞാൻ ഈ ഒരു ടൈമിൽ ഈ റൈസിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാദ്യം ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് റെഡിയാക്കിയതിന് ശേഷം എടുത്ത് വെച്ചിരിക്കുന്ന ഗ്രേവി ഇതിനകത്തിലേക്ക് നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാമേ. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ റൈസ് ശകലം നീക്കിയിട്ട് താഴേക്കും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നത് എല്ലായിടത്തും ഒരുപോലെ ഇത് ചെല്ലാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഒരു ഫ്ലേവർ കേട്ടോ. അപ്പോൾ ഇതാ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ റൈസ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ആ ഗ്രേവിയുമായിട്ട് റൈസ് ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എല്ലായിടവും നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ദാ നമ്മൾ ഇതൊന്ന് അടച്ച് വെക്കുകയാണ്. കാരണം ഹാഫ് കുക്കേ ആയിട്ടുള്ളൂ, ബാക്കി കുക്കാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ റൈസൊക്കെ ഇവിടെ നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. അതിന് മുന്നായി 2-3 പച്ചമുളക് ഞാൻ നമ്മുടെ റൈസിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിന് മുകളിലേക്ക് നിരത്തി വെച്ച് കൊടുക്കുകയാണ്.
അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു ഒരു 10 ടു 20 മിനിറ്റ് നിങ്ങൾക്ക് ഉള്ള ടൈം അത്രയും നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ദാ ആവി കയറ്റി എല്ലാം എടുത്തിട്ടുണ്ട്. ഇത് സ്മോക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്മോക്ക് ചെയ്തെടുക്കാം. എൻ്റെ കയ്യിൽ അതില്ല, അതുകൊണ്ടാണ് ഞാൻ സ്മോക്ക് ചെയ്യാഞ്ഞത്. ഇനി നമുക്ക് ഇതിനകത്ത് നിന്നും ആ ചിക്കനൊക്കെ ഒന്ന് മാറ്റിയെടുക്കാമേ. അപ്പോൾ ഇത് നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ റൈസ് കുറച്ച് ഒരു വെള്ളമയം കാണും. അത് സാരമില്ല, കാരണം ഇതിൻ്റെ ആവിയൊക്കെ പോയി ഒന്ന് ചൂടാറി വരുമ്പോഴേക്കും ഇത് അത്യാവശ്യം ഡ്രൈ ആയിട്ട് വന്നോളും കേട്ടോ. നമ്മുടെ ഈസി ആയിട്ടുള്ള ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മളിന്ന് സപ്പോർട്ടോട് ചെയ്യണേ.